ചെങ്ങന്നൂരിലെ താഴമൺ മഠത്തിൽ SIT പരിശോധനയ്ക്ക് സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ചു. ആഭരണങ്ങളടക്കം പരിശോധിക്കാനാണ് സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ചത്. വൻ പോലീസ് സന്നാഹത്തിനെ ഒപ്പമെത്തിയാണ് താഴ്മൺ മഠത്തിലെ SIT പരിശോധന. തന്ത്രിയുടെ വീട്ടിലുണ്ടായിരുന്ന ചില ബന്ധുക്കളെയും ഒഴിവാക്കി. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഗുഡ് ഈവനിങ്. ഈ പരിശോധന എങ്ങനെ പുരോഗമിക്കുകയാണ്? മറ്റൊരിടത്തും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലടക്കം SIT പരിശോധന നടത്തിയതാണ്. അപ്പോഴൊന്നും ഇത്ര വലിയ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നില്ലല്ലോ. അശ്വതി, വലിയ പോലീസ് സേന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമടക്കം SIT ഭയക്കുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ട ഈ പരിശോധന തുടങ്ങുന്ന സമയത്ത് ഇതിലും കൂടുതൽ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഇതിൽ കുറച്ച് പോലീസുകാരെ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധം, കാരണം ഈ അറസ്റ്റ് അത് തീർത്തും ജനവിരുദ്ധ ഇല്ലെങ്കിൽ നിയമവിരുദ്ധ ഒരു നടപടി എന്ന ഒരു ഭയം അത് SITക്കും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരിടത്തും അറസ്റ്റ് ചെയ്തപ്പോൾ ഇല്ലാത്ത തരത്തിൽ വലിയ പോലീസ് സന്നാഹത്തോടെ ഇവിടെ എത്തിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതേ സാഹചര്യത്തിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഈ സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2:48 പരിശോധന ആരംഭിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 2.5 മണിക്കൂർ പിന്നിട്ട് ഇപ്പോൾ പരിശോധന തുടരുകയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്വർണ്ണാഭരണങ്ങൾ അടക്കമുള്ള ലോക വസ്തുക്കൾ, അതിലെ സ്വർണത്തിൻ്റെ അംശം അടക്കം പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് തട്ടാൻ എത്തിച്ചത്, സ്വർണ്ണപ്പണിക്കാരനെ എത്തിച്ചത് എന്നതാണ് മനസ്സിലാക്കുന്നത്. വാജിവാഹനം അടക്കം ഒരുപക്ഷെ ഇവിടെ ഉണ്ടെങ്കിൽ അതും പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ഈ അറസ്റ്റ് ഇത്ര കണ്ട് വിവാദമായിരിക്കെ, SIT സംഘം തന്നെ പ്രതിരോധത്തിലായിരിക്കെ അവർക്ക് എന്തെങ്കിലും പുതിയതായി കണ്ടെത്തേണ്ടതുണ്ട്. അതിലുപരിയായി ഈ അറസ്റ്റിനെ ന്യായീകരിക്കത്തക്ക കണ്ടെത്തലുമായി അവർക്ക് മടങ്ങാവൂ എന്ന ഒരു ലക്ഷ്യം കൂടി ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ കർശനമായ രീതിയിലുള്ള പരിശോധനയിലേക്ക് കടക്കുന്നതും എന്തെങ്കിലും കണ്ടെത്തണമെന്നുള്ള വാശിയിൽ സ്വർണ്ണാഭരണങ്ങളടക്കം പരിശോധിക്കുകയും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടേക്ക് കടന്നു വന്ന തന്ത്രിയുടെ മരുമകളെ അടക്കം ആദ്യം വീട്ടിലേക്ക് കയറ്റാൻ പറഞ്ഞു വിട്ടിരുന്നു. അതിന് ശേഷം അകത്തുണ്ടായിരുന്ന ചില ബന്ധുക്കളെയും മടക്കി അയച്ചു. അതിനുശേഷം ഈ മരുമകളെ അത് വിവാദമായതോടെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടിയും വന്നു. അത് ഒരു പക്ഷേ ആഭരണങ്ങളടക്കം പരിശോധിക്കുന്നതിൻ്റെ ഭാഗം കൂടിയാകണം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ 2.5 മണിക്കൂർ പിന്നിട്ട് ഈ പരിശോധന പുരോഗമിക്കുകയാണ്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ഈ തന്ത്രിയുടെ കുടുംബവുമായി ആശയവിനിമയം നടത്തിയവരൊക്കെ തന്നെയും തന്ത്രിയുടെ അറസ്റ്റിനെ അത് വളരെ ആസൂത്രിതം എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത്. അതിലുപരി ഇതിൻ്റെ പിന്നിൽ CPMൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നത് തന്നെയാണ് ആരോപണമായി ഉയർന്നു വരുന്നത്. അത്തരത്തിൽ SITയിൽ തന്നെ വലിയ സ്വാധീനം പാർട്ടി തലത്തിൽ ചെലുത്തുന്നു. അതുതന്നെയാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് എത്തിച്ചതെന്ന ആക്ഷേപവും ഉയരുന്നു. അത്തരം വളരെ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ SITയുടെ പരിശോധന ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് തന്ത്രിയുടെ കയ്യിൽ വിലങ്ങ് വീണു എന്നതാണ്. അതിന് തക്ക തെളിവുകൾ ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ശങ്കർദാസിനടക്കം എതിരെയുള്ള തെളിവുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും അറസ്റ്റിലേക്ക് കടക്കുന്നില്ല. കടകംപള്ളി സുരേന്ദ്രനും പോറ്റിയും തമ്മിലുള്ള ചിത്രം പുറത്തു വരുന്നുണ്ട്. അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല. രഹസ്യമായുള്ളൊരു ചോദ്യം ചെയ്യൽ മാത്രം, അതിൽ ആ നടപടി അങ്ങ് ഒതുക്കുന്നു. എന്നാൽ ഈ തന്ത്രിയെ പറ്റിയുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടിലൊന്നും യാതൊരുവിധ പരാമർശങ്ങളുമില്ല തന്ത്രിയെ പറ്റി. പിന്നെ പെട്ടെന്നൊരു മിന്നൽ നീക്കം, ഒരു മിന്നൽ അറസ്റ്റ് ഉണ്ടാകുന്നു. അതിന് തൊട്ട് പിന്നാലെ എന്തെങ്കിലും തെളിവ് ഒപ്പിക്കണമല്ലോ. അതിന്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ ഈ മഠത്തിലെത്തി പരിശോധന നടത്തുന്നത്? അശ്വതി, ഇതിൽ 2-3 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട്. അതിലൊന്ന്, ഈ SITയുടെ ഏറ്റവും പ്രധാനമായ കണ്ടെത്തൽ ആചാരലംഘനം നടന്നു എന്നതാണ്. ആചാരലംഘനം നടന്ന വിവിധ സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അവിടെയൊന്നും ഇത്തരത്തിലുള്ള നിയമ നടപടിയല്ല കൈക്കൊണ്ടേ, അതിനുള്ള പ്രായശ്ചിത്ത ക്രിയകളാണ് ചെയ്യുന്നത്. അത് ആചാരപരമായി തന്നെ പരിഹരിക്കേണ്ടതുമാണ്. അല്ലാതെ പോലീസ് ശിക്ഷിച്ചുകൊണ്ടോ കോടതി ശിക്ഷിച്ചുകൊണ്ടോ ജയിൽവാസം അനുഭവിച്ചുകൊണ്ടോ തീരുന്നതല്ല ആചാരലംഘനത്തിന് മൂലമുള്ള ദോഷങ്ങൾ. അപ്പോൾ അതിന് ആചാരപരമായ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ പരിധിയിൽ വരുന്നതുമല്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായുള്ള ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. ആ അറസ്റ്റിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് അടക്കമുള്ള തന്ത്രിയോടുള്ള പക നമുക്കറിയാവുന്നതാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് തന്ത്രി സ്വീകരിച്ച ശക്തമായ നിലപാട് അന്ന് മുതലുള്ള പകവീട്ടലിൻ്റെ ഭാഗം കൂടിയാണ് ഇതെന്നിരിക്കെ ആരോപണ വിധേയരായ നിരവധി മന്ത്രിമാരടക്കം പുറത്തു നിൽക്കുന്നു. അവരിലേക്ക് അറസ്റ്റോ മറ്റ് അന്വേഷണമോ എത്തിച്ചേരുന്നതിനെ
വിലങ്ങിട്ടുകൊണ്ട് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യം. അതിലുപരി സ്വർണം കട്ടവനെ കണ്ടെത്തി, അത് മറ്റുള്ളവർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നിട്ട് CPM ഭരണത്തിൽ കണ്ടെത്തി എന്ന് ചിത്രീകരിക്കുക എന്നുള്ള വളരെ ഗൂഢ ഉദ്ദേശം. ഈ ലക്ഷ്യങ്ങളെല്ലാം ഇതിൻ്റെ പിന്നിലുള്ളപ്പോൾ തന്നെയാണ് അതിനെ സാധൂകരിക്കത്തക്ക തെളിവുകൾ ഇനിയും കണ്ടെത്തണമെന്ന വലിയ ഒരു വെല്ലുവിളി ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ നിലനിൽക്കുന്നത് എന്നതുകൂടി നമുക്ക് കാണേണ്ടതുണ്ട്. അത് എങ്ങനെ പറ്റും, അതിനു വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമം തന്നെയാണ് ഇന്നത്തെ ഈ റെയ്ഡിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് വേണം നമുക്ക് കണക്കാക്കാനും. അശ്വതി. സുധീഷ്, വ്യക്തമാണ്. ചെങ്ങന്നൂരിലെ താഴമൺ മഠത്തിലാണ് ഇത്തരത്തിൽ SITയുടെ പരിശോധന പുരോഗമിക്കുന്നത്. ഈ തന്ത്രിയുടെ മരുമക്കളടക്കം എത്തിയിട്ടും അവിടെ ഒരു പ്രവേശനം നിഷേധിക്കുന്ന കാഴ്ചയാണ്. വൻ പോലീസ് സന്നാഹത്തെ കൂട്ടിയാണ് SITയുടെ ഈ പരിശോധന. ഈ സ്വർണം, അവിടെയുള്ള ലോഹം എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് പരിശോധിക്കാൻ വേണ്ടി സ്വർണ്ണ പണിക്കാരനെയും തന്ത്രിയുടെ മഠത്തിൽ എത്തിച്ചിട്ടുണ്ട്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.